എമ്പുരാനെ പറ്റി മേക്കേഴ്സ് പറഞ്ഞിരുന്നത് കറക്റ്റ് ലൊക്കേഷനിലാണ് ഇത് ചിത്രീകരിച്ചതെന്നാണ്. നമ്മൾ കണ്ടതിൽ എത്ര ശതമാനം ആർട്ട്, എത്ര ശതമാനം റിയൽ? ഒരുപാട് എല്ലാ ലൊക്കേഷനും എനിക്കാണ് റോഡുകളൊക്കെ ഉള്ളൂ, നമ്മൾ ആർട്ട് ടച്ച് ചെയ്യാത്ത പരിപാടി. എന്നാൽ പിന്നെ റോഡിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റ് വീഴുന്ന ഒരു പരിപാടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാ ലൊക്കേഷനിലും നമുക്ക് ഇപ്പം സിനിമയുടെ സ്ക്രിപ്റ്റിന് അനുയോജ്യമായ രീതിയിൽ അതിനെ കൺവെർട്ട് ചെയ്യണം. ചിലതിൽ ഇപ്പം നമുക്ക് പല ലൊക്കേഷൻ നമുക്ക് കുറച്ച് സപ്പോർട്ടുള്ള സ്ഥലങ്ങളെ നമ്മൾ കണ്ടെത്തുള്ളൂ. അതിൽ നമുക്ക് ആ സ്ഥലം എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസറായിട്ട് കൺവിൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്ടറായിട്ട് ചിലപ്പോൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവിടെ ഷൂട്ട് ചെയ്യുന്നു. ഇപ്പം നമ്മൾ കരഘോഷ് നമ്മൾ സ്ട്രീറ്റ് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുന്നത് ചെന്നൈയിലാണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചെന്നൈയിൽ ഇറാഖി കോസ്റ്റ് ടൗൺ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിൽ എന്തുകൊണ്ട് പോയി ഷൂട്ട് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ബിൽഡിംഗ് ആയിട്ടുണ്ടായിരുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ആ ബിൽഡിംഗ് നമ്മൾ ഒരിക്കലും കാണിക്കുന്നില്ല. പക്ഷേ അത് നോർമൽ നമ്മുടെ കോൺക്രീറ്റിൻ്റെ പില്ലേഴ്സും പരിപാടിയും കാര്യങ്ങളും. പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വിൻഡിനെയൊക്കെ സ്ട്രോങ് ചെയ്യണം. ആ സ്ട്രോങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരം സാധനങ്ങൾ ഒരു സ്ട്രക്ചർ നമ്മൾ മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ചർച്ചിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ഇട്ടിരുന്നു അതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ അതും അതിലൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അതിലത്ത് ഉപയോഗിച്ചൊരു വോളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സെറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക പല സ്ഥലങ്ങളും. അപ്പോൾ അതുമാതിരി നമ്മളിപ്പോൾ ഗുജറാത്തിലെ പാലസ്, അപ്പോൾ ഹവേലി എന്നാണ് നമ്മൾ സിനിമയിൽ പറയുന്നത്, ഹവേലി. അപ്പോൾ അത് ആ പാലസ് അവിടെ ഉണ്ട്, അംബിക നിവാസ് പാലസ് എന്ന് പറഞ്ഞിട്ട് മുളിയിലാണ് ഗുജറാത്തിൽ തന്നെ. പക്ഷേ ആ സ്ഥലത്ത് നമ്മളിപ്പം ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും, അതിന് ഫ്രണ്ട് മൊത്തം ഗാർഡൻ ആയിരുന്നു. വലിയ ഒരു 4 ഏക്കർ 5 ഏക്കർ സ്ഥലമുണ്ട് ആ മുറ്റം എന്ന് പറയുന്നത്. ആ മുറ്റം മൊത്തം ഗാർഡൻ ആയിരുന്നു. അവിടെ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ മൊത്തം ഗാർഡൻ മൊത്തം റിമൂവ് ചെയ്തിട്ട് പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. അതിൽ നമ്മളൊരു പാലസിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും ഒരു എന്താ പറയുക പ്ലെയിൻ ആയിട്ട് ഒരു മുറ്റന്മാരി ഒരു സ്ഥലം കിട്ടുക, അത് കഴിഞ്ഞിട്ട് ഒരു ഗേറ്റ് ഉണ്ടാവുക, ഗേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ഥലം വേണം, ഒരു 3 ഏക്കർ സ്ഥലം വേണം. അവിടെയാണ് ആ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യലും വില്ലന്മാരും എൻ്റെ ഗേറ്റ് ഇടിച്ച് പൊളിക്കുന്നതും. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ നോക്കൽ തന്നെ വലിയൊരു ചടങ്ങ് തന്നെയായിരുന്നു. അതിനാൽ നമ്മളൊരു 7-8 മാസം ഞാനും അസോസിയേറ്റ് ഡയറക്ടർ ഭാവയും കൂടി നടന്നിട്ടാണ് പല സ്റ്റേറ്റ് കൂടെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ആ സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചത് ഈ ഒറ്റ ലൊക്കേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പിന്നെ ഷിംലയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഷിംല നമ്മൾ അതുമാതിരി നമ്മൾ ഗുജറാത്തിലെ സീൻ തന്നെ അല്ലല്ല, ഷിംല ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ കാണിക്കുന്നതാണ് ഷിംല ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാൽസാറിൻ്റെ ഇൻട്രോ ചെയ്തിട്ടുള്ളത് നമ്മൾ ലഡാക്കിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ലൊക്കേഷൻ തന്നെ ഒത്തിരി ലൊക്കേഷൻ ഉണ്ട്. ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ചലഞ്ചായിരുന്നു. ഇപ്പം നമ്മളിപ്പം എല്ലാ സിനിമയ്ക്കും ലൊക്കേഷൻ കണ്ടുപിടിക്കുക ചലഞ്ച് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ സിനിമകൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഇങ്ങനെ സിനിമ ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമ്മളൊരു കേരളത്തിലൊരു സബ്ജക്റ്റ് ഉണ്ടാവുക, അപ്പോൾ ആ കേരളത്തിൽ ഉള്ള സ്ഥലങ്ങൾ കണ്ടുപിടുത്തുക. അപ്പം ചിലപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബാംഗ്ലൂർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈദരാബാദ് ആയിരിക്കാം, അങ്ങനെ ചിലപ്പോൾ ഒരു കണക്ഷൻ കൂടി വരും. അപ്പോൾ അത്രയൊക്കെ ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ ഇപ്പം ഔട്ട് ഓഫ് ഇന്ത്യ വരുമ്പോൾ ചിലപ്പോൾ ദുബായ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കൺട്രി അങ്ങനെ, അല്ലെങ്കിൽ ആ കൺട്രിയിലെ ഉള്ള സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യുക. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്ലിറ്റായി കിടക്കുക ഒരുപാട്.